അസ്സലാമു അലൈക്കും. സൂറത്തുൽ കഹ്ഫ് 46, 47, 48 ആയത്തുകളൊന്ന് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة بل زعمتم أن لن نجعل لكم موعدا. ഇനി എടുക്കേണ്ടത് 49-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് എല്ലാവരും ഓതിയതല്ലേ? ശരി. അടുത്ത ആയത്ത്. ووضع الكتاب فترى المجرمين مشفقين. അത്ര എല്ലാവരും ഓതാ. ووضع الكتاب فترى المجرمين مشفقين. ഒന്നുകൂടെ ഓതാ. ആദ്യത്തെ അക്ഷരങ്ങൾ വാവ് ആണ്. ഇഷ്മാം ചെയ്യണം. ചുണ്ട് കൂർപ്പിക്കണം. ووضع الكتاب فترى المجرمين مشفقين. فترى الراء തഫ്ഖീം ചെയ്യാനുണ്ട്. ഫതറ റ എന്നുള്ള വെച്ചാൽ ഫതറ എന്നാവാതെ ഫതറ എന്ന് പറയാനുണ്ട്. മുജിരിമീനാണ് അല്ലേ? ജീമിന് സുക്കൂനുണ്ട്. നിയമം എന്താ? കൽക്കലുണ്ട്. മുഷ്ഫിഖീൻ ഖാഫാണ്. മുഷ്ഫിഖി ആവരുത്. മുഷ്ഫിഖി ഖാഫ് ഹെവി ആയിട്ട് ഇസ്തിഅ്ലാഇൻ്റെ അക്ഷരമായിട്ട് ഉച്ചരിക്കുക. ووضع الكتاب فترى المجرمين مشفقين. ഓക്കെ, ഇതിൽ മദ്ദു അസ്ലി അല്ലാത്ത മദ്ദു ഫറാഇ ഏതെങ്കിലും ഉണ്ടോ? അധികമായിട്ട് നീട്ടാനുള്ള മദ്ദുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. മദ്ദു ലീന മുഷ്ഫിഖീൻ നിർത്തുന്നത് ഭാഗമായിട്ട് വരുന്ന മദ്ദിനെന്താ പറയൽ? ലീനല്ലല്ലോ. അല്ല, മദ്ദു ആരിദ്. മദ്ദു ആരിദ്. അപ്പോൾ നിർത്തായതുകൊണ്ട് അവിടെ ആ ഒരു മദ്ദു ആരിൽ വരുന്നുണ്ട്. മുഷ്ഫിഖീൻ എന്ന് നീട്ടിയിട്ട് നിർത്താം. മദ്ദു ലീനും മദ്ദു ആരിലും തമ്മിൽ എന്താ വ്യത്യാസം? മദ്ദു ലീൻ എങ്ങനെയാണ്? ഐൻ അല്ലെങ്കിൽ ഔൻ ആ രൂപത്തിൽ ഫത്ത്ഹ് വരണം. ഫത്ത്ഹിന് ശേഷം സുക്കൂനുള്ള വാവ്, ഫത്ത്ഹിന് ശേഷം സുക്കൂനുള്ള യാ. ഇത് രണ്ടും വരുമ്പോഴാണ് അതിന് ശേഷം മദ്ദുലീന് കൊടുത്തിട്ട് നിർത്തുക. ഖുറൈഷ്, ബൈത്ത്, സൈഫ്, അതൊക്കെ. ഖൗഫ് അത് മദ്ദുലീന്. ഔ അല്ലെങ്കിൽ ഐ ഈ രണ്ട് സൗണ്ട് ഉണ്ടാവുന്നതാണ് മദ്ദുലീന്. ഔ അല്ലെങ്കിൽ ഐ ഈ രണ്ട് സൗണ്ട് ഉണ്ടാവുന്നതാണ് മദ്ദുലീന്. ഇവിടെ അങ്ങനെയല്ലല്ലോ. മുനാഫിഖീൻ, മുഷ്ഫിഖീൻ അത് മദ്ദു ആരിദ്. ووضع الكتاب فترى المجرمين مشفقين. അപ്പോൾ മുജ്രിമീൻ എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? മുജ്രിമീൻ ഇല്ല. കാരണം എന്താ? കൽക്കലയാണ്. അപ്പോൾ ജീമ് പ്രത്യേകം എടുത്ത് പറയണം. പ്രത്യേകം മുഴക്കത്തോടു കൂടെ ഉച്ചരിക്കണം ജീമ്.
مجرمين مشفقين مشفقين مما فيه ويقولون يا ويلتنا مشفقين مما فيه ويقولون يا ويلتنا മിമ്മ മീമിന് ഷദ്ദ് വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? മണിക്കാനുണ്ട്, ഗുന്ന കൊടുക്കാനുണ്ട്. വയഖൂലൂന അവിടെയൊക്കെ മദ്ദു അസ്ലികളാണ് അല്ലേ. വയഖൂലൂ യാ അവിടെയൊക്കെ മദ്ദു അസ്ലികളാണ്, ഓവറായിട്ട് നീട്ടാൻ പാടില്ല. ويقولون يا ويلتنا ما لهذا الكتاب ما لهذا الكتاب അങ്ങനെ നിർത്തായതുകൊണ്ട് അവിടെ ഒരു മദ്ദ് കൊടുക്കുന്നുണ്ട്. ആ മദ്ദിൻ്റെ പേരെന്തായിരുന്നു? നിർത്തുമ്പോൾ വരുന്ന ആ മദ്ദിൻ്റെ പേരെന്തായിരുന്നു? മദ് ആരിദ്. മദ് ആരിദ്. അവിടെ അതുപോലെ ബാ നിർത്തുമ്പോൾ എന്താ ചെയ്യുക? ബാന് സുക്കൂന് കൊടുത്ത് നിർത്തുമ്പോൾ കൽക്കല വരുന്നുണ്ട് അല്ലേ. മാലി ഹാദൽ കിതാബ് لا يغادر صغيرة ولا كبيرة إلا أحصاها ഇസ്തിഅ്ലാഇൻ്റെ അക്ഷരാണ് ഗ, ഗൈൻ അല്ലേ. ഗ പറയുമ്പോൾ മുകളിലേക്ക് യുഗാ അല്ല, യുഗാ എന്നല്ല, പരത്തിയിട്ടല്ല. യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇല്ല എന്നുള്ളത് മദ്ദു അസ്ലി അല്ലാത്തൊരു മദ്ദു വന്നിട്ടുണ്ട്. ഏതാ മദ്? ഇല്ല മദ് മുൻഫസിൽ. മദ് മുൻഫസിലാണത് അല്ലേ. എത്ര ഹർക്കത്താണ് കിട്ടേണ്ടത്? 4 6 ആണോ? അങ്ങനെയാണോ നിങ്ങൾ എഴുതിയത്? അല്ല, 4 5. 4 5. മദ്ദു ആരിദ് 2 4 6. ഇത് മദ്ദു മുത്തസിലും മദ്ദു മുൻഫസിലും എത്രയാണ് ഹർക്കത്ത്? 4 5. അത്ര അവിടെ നീട്ടാനുണ്ട്. لا يغادر صغيرة ولا كبيرة إلا أحصاها. അങ്ങനെ 2 4 5 2 4 6 എന്നാണ് വിചാരിച്ചത്. അതിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ അഭിപ്രായ വ്യത്യാസത്തിൻ്റെത്. അപ്പം നമ്മൾ പോട്ടെ. നീട്ടാതെ പോകും. മിഷാരൊക്കെ അങ്ങനെ ഓതലുണ്ട്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദ്. അത് മദ് അസ്ലിയെങ്ങാണ്ടും മദ് മുൻഫസിൽ അവിടെ ഓതാം. ووجدوا ما عملوا حاضرا ووجدوا ما عملوا حاضرا. ഇവിടെയൊക്കെ മദ്ദു അസ്ലികളാണ്. വവജദു മദ്ദു അസ്ലിയുണ്ട്, മാ മദ്ദു അസ്ലിയുണ്ട്, അമിലു മദ്ദു അസ്ലിയാണ്, ഹ മദ്ദു അസ്ലിയാണ്,
ദിറാ മദ് അസ്ലിയാണ്. ആ ഹാദിറ എന്നിടത്ത് നിർത്തായതുകൊണ്ട് സെയിം അലിഫൻ തന്നെ വേറൊരു പേരും കൂടെ ഉണ്ട്. ഓർമ്മ ഉണ്ടോ? ആ ആരിൽ പോലെ തന്നെ സെയിം എന്താ അവസാനത്തെ ഹാദിറ എന്നുള്ളിടത്തുള്ള മദ്ദിന് മദ് അസ്ലി തന്നെയാണ്, അതിന് വേറൊരു പേരും കൂടെ ഉണ്ടായിരുന്നു, ആരിൽ പോലെ. മദ് ഇവദ് ഇവദ് ولا يظلم ربك أحدا ولا يظلم ربك أحدا. ഈ അവസാനത്തെ മദ് അസ്ലി തന്നെയാണ്. അവസാനത്തിൽ വരുന്ന അലിഫ് അത് അവസാനമാണെന്ന് വിചാരിച്ചിട്ട് അഹദ എന്ന് അങ്ങനെ നീട്ടിയിട്ട് നിർത്താൻ പറ്റില്ല. മദ് അസ്ലി തന്നെ ആയതുകൊണ്ട് ആ രണ്ട് ഹർക്കത്ത് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. കുറച്ചൊരു വലിയ ആയത്താണ് അല്ലേ. ووضع الكتاب فترى المجرمين مشفقين مشفقين مما فيه ويقولون يا ويلتنا ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. ഇതിങ്ങനെ പഠിക്കുമ്പോൾ സാവകാശം ഓതുന്നതുകൊണ്ട് ചെറിയ ചെറിയ പാർട്ടുകളാക്കി ഓതിയാൽ ഓക്കെയാണ്. അല്ലെങ്കിൽ ശരിക്കും അവിടെ നിർത്താനുള്ള വഖഫിൻ്റെ സിമ്പലുകൾ നോക്കുകയാണെങ്കിൽ ഇല്ല അഹ്സാഹ അവിടെ ഒരു ജീമ് കാണുന്നുണ്ട്. ജീമ് എന്തായിരുന്നു? നിർത്താം അനുവദനീയം ആണ്, ജായിസാണ്. വവജദൂ മാ അമിലൂ ഹാദിറ എന്നുള്ളിടത്ത് ഒരു ഖാഫ് ലാം ഉണ്ട്. ഖില അതെ, അൽ വഖ്ഫു ഔല നിർത്തുന്നതാണ് ഉത്തമം. ഈ രണ്ട് ഭാഗങ്ങളാണ് വഖഫിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉള്ളത്. ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها. സഗീറത എന്തായിരുന്നു നിയമം മണിക്കുന്നതിന്? ഇദ്ഗാം ബിഗുന്ന. സഗീറത തൻവീനു ശേഷം വാവ് വന്നു. പിന്നെ തൻവീനു ശേഷം ഹംസ വരുന്നുണ്ട്. കബീറതൻ ഇൽഹാറാണ്. വ്യക്താക്കിയിട്ട് നൂനിൻ്റെ ഉച്ചാരണം ക്ലിയർ ആയിട്ട് കേൾക്കണം. വല കബീറതൻ ഇല്ല അഹ്സാഹ ووجدوا ما عملوا حاضرا
ولا يظلم ربك أحدا. ശരി. അത് കൽക്കലാവാതെ നോക്കണം. കാരണം അത് ഇസ്തിഅലാൻ്റെ അക്ഷരമായതുകൊണ്ട് ഹെവിനെസ് ഉണ്ട്, പക്ഷേ കൽക്കലല്ലാത്തതുകൊണ്ട് യദ് എന്ന് പറയാൻ പറ്റൂല. യദ് എന്ന് പറയുകയാണെങ്കിൽ കൽക്കലാവണം. കൽക്കലക്ക് മാത്രമേ ആ ഒരു സമയം കൊടുക്കുകയുള്ളൂ. വല യദ്ലിമു റബ്ബുക ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്. അതിൻ്റെ സ്വഭാവത്തിൽ ഇസ്തിഅലാ ഉണ്ട്, പക്ഷേ യദ് എന്ന് പറയുന്നത് കൽക്കലാവുമ്പോൾ മാത്രമാണ്. യത്ത് നാവ് കുറച്ച് പുറത്ത് വന്നിട്ടാണ്. വല യദ്ലിമു കാറ്റ് വായൽ നിറയണം. നാവ് എന്താ ഹെവി ആയിട്ട്, നാവ് ഈ രൂപത്തിൽ കാറ്റിങ്ങനെ അല്ല, രണ്ടും ഇസ്തിഅലാ തന്നെയാണ്. അത് നാവ് പുറത്ത് വരില്ല. ബാദിന് നാവ് പുറത്ത് വരില്ല. അത് രണ്ടും ഉണ്ട്. രണ്ട് ഇസ്തിഅലായിൽപ്പെട്ട അക്ഷരം. അത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ്. ഇസ്തിഅലായിൽപ്പെട്ട അക്ഷരങ്ങൾ ഏതൊക്കെയുണ്ട്? 7 അക്ഷരങ്ങളുണ്ട്. ഖാഫുണ്ട്, ഖാ ഉണ്ട്, പിന്നെ ഖൈനുണ്ട്, പിന്നെ നമ്മളെ സ്വാദ് ഉണ്ട്, എത്ര അക്ഷരങ്ങളുണ്ട് ഇസ്തിഅല? അപ്പോൾ ഇതുണ്ട് രണ്ടുമുണ്ട്. ഈ അക്ഷരങ്ങളൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കനം കൊടുത്തിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളുണ്ട്. കാറ്റ് വായിൽ നിറച്ചിട്ട് നാവിന് ഇങ്ങനെ ഹെവി ആക്കി വെച്ചിട്ട്, അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ കാറ്റിൻ്റെ ഫ്ലോ ഇങ്ങനെയായിരിക്കും, മുകളിലേക്കായിരിക്കും. ഇസ്തിഅലാ മുകളിലേക്ക് വിളിക്കുന്ന അക്ഷരങ്ങളാണിത്. ഈ കാറ്റിന് മുകളിലേക്ക് പോവുക. ഖ, 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 സാദ്, ബാദ്, താ, ളാ, ഇതൊക്കെ മുകളിലേക്കാണ് ഇതിൻ്റെ എയർ ഫ്ലോ. ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങൾ. അല എന്ന് പറഞ്ഞാൽ ഉയരുക എന്നല്ലേ? അല യഅലു. ഇത് ഞാൻ എന്നും ഇത് എഴുതണം എന്ന് വിചാരിച്ചിരുന്നത്. ഇസ്തിഫാൽ. ഹെവി ലെറ്റേഴ്സ് ആണ്. ഇസ്തിഫാൽ. ഇതല്ലാത്ത ബാക്കി എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലാണ്. അങ്ങനെ പറയുമ്പോൾ അ, ബ, ത, സ, അലിഫൊക്കെ കൊടുത്തുകൊണ്ട് പറയുമ്പോൾ അ, ബ, ത, സ, ജ, ഹ, ഖ, ദ, ദ, റ, സ, സ, ഷ, ص, ض, ط, ض, ع, غ, ع, غ, ف, ق, ك, ق, ك, ല, മ, ന, ഹ, വ, യ ഒക്കെ ഇസ്തിഫാലാണ്. നാവിന് വലിയ പണിയില്ലായിരിക്കും, നാവ് റെസ്റ്റിലായിരിക്കും. ഇത് വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെ മുകളിലേക്ക് ആ രൂപം മാറുന്നത്. അങ്ങനെ പറയുന്നത് ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ നമ്മൾ ചിരിച്ചാണ്ട് പറയാൻ കഴിയും. പക്ഷെ ഇത് പറയുമ്പോൾ കുറച്ച് ഗൗരവത്തിനുള്ള അക്ഷരങ്ങൾ ആ രൂപത്തിൽ ഉച്ചരിക്കേണ്ടി വരും. ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങൾ. അങ്ങനെ പഠിപ്പിക്കല്ലേ കുട്ടികളെ. ഇനി ഓരോരുത്തർ ഓതി നോക്കാം അല്ലേ? നിങ്ങൾ തുടങ്ങിക്കോളെ. ഫ പറയുമ്പോൾ അത് ഹംസിൻ്റെ അക്ഷരമാണ്. ഫ പറയുമ്പോൾ കാറ്റ് പുറത്ത് വരണം.
مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها. കാഫ് ഒന്നുകൂടെ പറയാം. വല കബീറത്തൻ ക ആവണ്ട ക. ആ ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. ووضع الكتاب فترى അല്ല റ فترى ووضع الكتاب فترى المجرمين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. ووضع الكتاب فترى المجرمين مشفقين مما فيه അവിടെ മണിക്കാനുണ്ട്. അവിടെ കബീറത്തൻ എന്നിടത്ത് നിർത്തുമ്പോൾ എങ്ങനെ നിർത്തേണ്ടതെന്ന് അറിയോ? എങ്ങനെ? ആ കബീറ. അവിടെ കുറച്ച് കൂടുതൽ നീട്ടിപ്പോയി. മാ അമിലു ഹാദിറ. ولا لا لا يغادر ഒന്നുകൂടെ. അവിടെ മണിക്കാനല്ല ഉള്ളത്, നീട്ടാനുള്ളത്. വല കബീറത്തൻ ഇല്ല. ولا يظلم ربك أحدا. ووضع الكتاب فترى المجرمين مجري قلقلة بوي. ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا
ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة يغادر صغيرة لا يغادر صغيرة ولا كبيرة إلا أحصاها. അവിടെ മധ്യ ശ്രദ്ധിച്ചോളി. ഇല്ല അഹ്സാഹ. അത് നീട്ടാൻ ആ ഈ ചിഹ്നം കണ്ടാൽ സിമ്പിൾ കണ്ടാൽ നീട്ടാനുണ്ടെന്ന് മനസ്സിലാക്കി. ഇല്ല അഹ്സാഹ അഹ്സാഹ അഹ്സാഹ. അയ്യോ ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. بسم الله الرحمن الرحيم. ووضع الكتاب فطر المجرمين فطر ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. കുറച്ച് വലിയ ആയത്തുകളാണ് ഇവിടെ ഉള്ളത് അല്ലേ? അങ്ങോട്ട് വലിയ ആയത്തുകളുണ്ട്. ഇപ്പോൾ ഒരു ആയത്തെടുക്കാനുള്ള സാവകാശം കിട്ടിക്കൊള്ളണമെന്നില്ല. 50-ാമത്തെ ആയത്താണ്. ഏകദേശം സൂറത്തുൽ കഹ്ഫിൻ്റെ പകുതി എത്തി. അടുത്ത ആയത്ത് ഒന്ന് ഓതുന്നുണ്ട്, മുഴുവനായിട്ടൊന്ന് ഓതുന്നുണ്ട്, ഒന്ന് കേൾക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس كان من الجن ففسق عن أمر ربه أفتتخذونه وذريته أولياء من دوني وهم لكم عدو بئس للظالمين بدلا. وإذ قلنا للملائكة اسجدوا لآدم. എല്ലാവരും നോദി. ഇതിൽ അത്യാവശ്യം കൂടുതൽ മദ്ദു ഫറായികളുള്ള ഒരായത്താണ്. വഇദ് ഖുൽന എന്നുള്ളത് മദ്ദു അസ്ലിയാണ്. വഇദ് ദാലിന് സുക്കൂന് വരുമ്പോൾ വഇദ് എന്ന് പറയാതെ വഇദ് പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വഇദ് ഖുൽനാ ലിൽ മലായികതി. ആ മദ്ദ് എന്താ?
മലായിക്കത്തി ആണോ? മദ് മുത്തസിലാണ്. അതിന് ശേഷം വരുന്ന ഹംസത്തുൽ വസ്ലുണ്ട്, അത് സൈലൻ്റ് ആക്കിയിട്ട് ലിൽ മലായിക്കത്തി ഉസ്ജുദു എന്ന് പറയണ്ടല്ലോ. അവിടെ ശരിക്കും അവിടെ ആ വാക്ക് കൊണ്ടാണ് തുടങ്ങണത് എന്നുണ്ടെങ്കിൽ ഉസ്ജുദു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. ഉ എന്ന അക്ഷരം ഉണ്ടാവും, ഹംസ ഉണ്ടാവും. എന്നാൽ അവിടെ അത് ഇടയിൽ വരുന്ന അക്ഷരമായതുകൊണ്ട്, ഒരായത്തിൻ്റെ ഇടയിൽ വരുന്ന അക്ഷരമായതുകൊണ്ട് നമ്മളത് ഉച്ചരിക്കില്ല. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ. അത് നോക്കി, ഒരേ വേർഡിൽ വരുന്നത് മുത്തസിൽ. മുൻഫസിൽ രണ്ട് വേർഡിലായിട്ട്. മലായിക്കത്ത് എന്നുള്ള ഒറ്റ വേർഡല്ലേ. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ. സീനിന് സുക്കൂൻ പറയുമ്പോൾ പ്രത്യേകിച്ച് തൊട്ട് മുമ്പ് കെസർ ആണെങ്കിൽ ഇസ് എന്നാവാൻ സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇസ് അല്ലല്ലോ, അത് സായാണ്. സായ ആവാതെ സീന് ഇസ് കുറച്ച് കൂടുതൽ ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് സീൻ വരുള്ളൂ. അല്ലെങ്കിൽ ഇസ്, അത് സാ ഉണ്ടാവും. ഇസ്ജുദു എന്ന് പറയുമ്പോൾ സാ ഉണ്ട്. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا مَلَائِكَةِ اسْجُدُوا لِآدَمَ. ഒന്നുകൂടി എല്ലാവരും. وَإِذْ ഓക്കെ. فسجدوا إلا إبليس كان من الجن. فسجدوا ഇല്ല. അവിടെ എന്താ മദ്, എന്താണ് മദ്ദു ഫറഇയാണ്. ഏതാ മദ്ദിൻ്റെ പേരെന്താ? സജദു എന്നുള്ള ഒറ്റ വാക്കാം. പക്ഷെ ഹംസ എവിടെ? ഹംസയും മദ്ദും ആണ് നോക്കുന്നത്. ലെറ്റർ ഹംസയും പിന്നെ മദ്ദിൻ്റെ ഹർഫും, ഇത് രണ്ടും രണ്ട് വാക്കിലായിട്ടാണ് വന്നത്. ഫസജദു എന്നുള്ളിടത്ത് വാവ് വന്നു, പിന്നെ ഇല്ല എന്നുള്ള ഹംസ അടുത്ത വാക്കിലാണ്. അതാണ് മദ്ദു മുൻഫസിൽ. അടുത്തത് അതുപോലെ തന്നെ ഇല്ല ഇബ്ലീസ. മുത്തസിലല്ലേ, മുൻഫസിൽ. രണ്ട് വാക്ക് ഇല്ല ഇ അടുത്ത വാക്കിലായിട്ടാണ് ഹംസ വന്നത്. അപ്പോൾ അതും മദ്ദു മുൻഫസിലാണ്, രണ്ടും മദ്ദു മുൻഫസിലാണ്. ഫസജദൂ ഇല്ലാ ഇബ്ലീസ കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബിഹി. فسجدوا إلا إبليس كان من الجن ففسق عن أمر ربه. മണിക്കുന്നത് നീട്ടുന്നത് ശ്രദ്ധിക്കുക. ഇബ്ലീസ, ഇബ് ബാഇനെന്താ ചെയ്യേണ്ടത്? കൽക്കല ചെയ്യണം. ഇല്ല ഇബ്ലീസ കാന മിനൽ ജിന്നി. നൂനിന് ശബ്ദം അണിക്കാനുണ്ട്. ഫഫസഖ അൻ അംരി, ഇൽഹാറാണ്. അൻ അംരി വ്യക്തമായിട്ട് ഓതുക. റബ്ബിഹി എന്നാണുള്ളത്, നിർത്തായതുകൊണ്ട് റബ്ബി സുക്കൂന് കൊടുത്ത്, ഹാഇന് സുക്കൂന് കൊടുത്ത് റബ്ബി, ഹാ പുറത്തേക്ക് കേൾക്കുന്ന രൂപത്തിൽ തന്നെ നിർത്തുക. റബ്ബി എന്നല്ല, റബ്ബി. كان من الجن ففسق عن أمر ربه.
أفتتخذونه وذريته أولياء അഫതത്തഖിദൂനഹു എന്നുള്ളത് ഒരു മദ്ദു അസ്ലി ഉണ്ട് അവിടെ. തത്തഖിദൂനഹു ഒരു വാവ്, ഒരു കുഞ്ഞി വാവ് എഴുതിയിട്ടുണ്ട് അവിടെ താഴെ, ഹാൻ്റെ താഴെയായിട്ട്. ഇങ്ങനെ ഹാ ഉള്ളമീറിന് ശേഷം വരുന്ന ഈ മദ്ദുകൾക്ക് പ്രത്യേക ഒരു പേരുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അതല്ല, അഫതത്തഖിദൂനഹു എന്നുള്ള ഒരു ചെറിയ വാവ് ഇട്ടിട്ടുണ്ടല്ലോ. എന്തൊക്കെ മദ്ദുകൾ നമ്മളിപ്പോൾ, ഒന്ന് മദ്ദ് ലാസിമുണ്ട്, മദ്ദ് ലാസിമുണ്ട്, പിന്നെ നമ്മൾ പഠിച്ച മദ്ദുകളൊക്കെ ഒന്ന് പറയും. മദ് അസ്ലികളെ കുറിച്ചല്ല, മദ് അസ്ലി ഒരു ഭാഗത്തുണ്ട്, അതിൽ പെട്ട മദ് ബദൽ, മദ് ഇവദ് ഒക്കെ ഉണ്ട്. മദ് ഫറഇകളെ കുറിച്ചാണ് എഴുതുന്നത്. ഒന്ന് മദ് ലാസിമ്, പിന്നെ മദ് മുത്തസിലുണ്ട്, മദ് മുൻഫസിലുണ്ട്. മദ് ആരിൽ സുക്കൂനുണ്ട്, മദ് ഇവദ് മദ് ഫറയിൽ പെട്ടതാണോ? മദ് അസ്ലിൽ പെട്ടതാണ്, കൂടുതൽ നീട്ടൂല, കൂടുതൽ നീട്ടാത്ത മദ്ദാണ് മദ് ഇവദ്. മദ് മുത്തസിൽ മുൻഫസിൽ എഴുതിയില്ലേ? മദ് ഇവദ് മദ് അസ്ലിയിൽ പെട്ടതാണ്, കൂടുതൽ നീട്ടാത്ത മദ്ദാണ്. മദ് മുത്തസിൽ മാ എന്നുള്ളത് അലിഫിന് ശേഷം ഹംസ വന്നല്ലോ. അലിഫിന് ശേഷം ഹംസ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വാവിന് ശേഷം ഹംസ വരികയാണെങ്കിൽ, യാന് ശേഷം ഹംസ വരികയാണെങ്കിലൊക്കെ കൂടുതൽ നീട്ടാനുണ്ടാവും. സാധാരണ മാ എന്നുള്ളതിനെക്കാട്ടിലും മാ എന്ന് നീട്ടാനുണ്ടാവും. ഹംസ മാത്രം, ലെറ്റർ ഹംസ മാത്രമാണ് മദ്ദിൻ്റെ ഹർഫിന് ശേഷം ഹംസ വരുന്നത്. അത് ഒരേ വാക്കിലാകുമ്പോൾ മദ് മുത്തസിലാവും, രണ്ട് വാക്കുകളിലായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞത് വരികയാണെങ്കിൽ മദ് മുൻഫസിലാവും. ഫോർ എക്സാമ്പിൾ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, യാ എന്നുള്ള മദ്ദിൻ്റെ ഹർഫ് യാ എന്നുള്ള വാക്കിൽ വന്നു, അയ്യുഹ എന്നുള്ള അടുത്ത വാക്കിലായിട്ടാണ് ഹംസ വന്നത്. അങ്ങനെ വരുമ്പോൾ മദ് മുൻഫസിൽ. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, മദ്ദിൻ്റെ ഹർഫും ഹംസയും, ഈ രണ്ട് കാര്യങ്ങളും ഒറ്റ വാക്കിൽ തന്നെ വരികയാണെങ്കിൽ, മാ ഒറ്റ വാക്ക, അലിഫും വന്നു ഹംസ വന്നു, സമാ അലിഫ് വന്നു ഹംസ വന്നു, ഇത് രണ്ടും ഒറ്റ വാക്കിൽ വരുമ്പോൾ മദ് മുത്തസിൽ അല്ലെങ്കിൽ മദ് മുൻഫസിൽ. അക്ഷരം ഇതിൽ രണ്ടും ഹംസ തന്നെയാണ്. മദ് ലാസിം എന്ന് പറഞ്ഞാൽ സുക്കൂനാണ്, വലദ്ദാലി ഷദ് വരുന്ന സ്ഥലങ്ങൾ, അൽ ഹാഖ അതൊക്കെ സുക്കൂനാണ് ഇവിടുത്തെ കാരണം. മദ് ആരിൽ സുക്കൂന് ആണ് കാരണം, നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ ബാക്കിൽ മദ്ദിൻ്റെ ഹർഫ് ഉണ്ടെങ്കിൽ. പിന്നെ 4 മദ് പഠിച്ചിട്ടുള്ളൂ, മദ് ഫറഇകളിൽപ്പെട്ട 4 പഠിച്ചിട്ടുള്ളൂ. ഇത് പറഞ്ഞതായിരുന്നു മദ്ദുസില. മദ്ദുസില അല്ല, മദ്ദുസിലയിൽ പെട്ടത് മദ് മുത്തസിൽ മുൻഫസിലോ അല്ല. അതെ, അത് ഈ ഹാ ഉദ്ദമീറിന് ശേഷം വരുന്ന മദ്ദുകൾക്കാണ് മദ്ദുസില എന്ന് പറയുന്നത്. ഈ മദ്ദുസില എന്താ അസ്ലിയിലും വരും ഫറയിലും വരും. ഫറയിൽ വരുന്നതിന് കുബ്ര, കുബ്രാണ് വലുത്. മദ്ദിൻ്റെ അടയാളം ഇട്ടിട്ടുണ്ടാവും അവിടെ, ഈ ആയത്തിൽ അത് വരുന്നുണ്ട്. ശേഷം ഹംസ വരുമ്പോൾ മാത്രം കുബ്രയാവും, അല്ലെങ്കിൽ ഇതിൽ വരുന്നുണ്ട്. ഇത് ഉദാഹരണം പറയുമ്പോൾ അത് ക്ലിയർ ആവും.
ഈ ആയത്തിൽ തന്നെ രണ്ടും ഉദാഹരണമുണ്ട്. അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാ. അതിൽ നോക്കിയാൽ കാണാം അഫതത്തഖിദൂനഹു എന്നുള്ളിടത്തൊരു വാവുണ്ട് അല്ലേ, ഒരു വാവ്, ഹാഇന് ശേഷം ഒരു വാവുണ്ട്. വദുർരിയതഹു എന്നുള്ളിടത്തും ഹാഇന് ശേഷം ഒരു വാവുണ്ട്. പക്ഷെ അത് രണ്ടും തമ്മിലുള്ള വാവ് എഴുതിയെടുത്ത് ചെറിയൊരു വ്യത്യാസം കാണുന്നില്ലേ. രണ്ടാമത്തതിന് ശേഷം ഒരു മദ്ദിൻ്റെ ചിഹ്നം അവിടെ കൊടുത്തിട്ടുണ്ട് വാവിൻ്റെ മുകളിൽ, ആദ്യത്തതിൽ അതില്ല. കാരണം അതിന് ശേഷം വരുന്ന അക്ഷരമാണ്, രണ്ടാമത്തതിന് ശേഷം വരുന്ന അക്ഷരം ഹംസയാണ്. അപ്പോൾ അത് ബേസിക്കലി ഒരു മദ്ദൻ ഈ മദ് മുൻഫസിൽ തന്നെയാണ്. അത് മദ് മുൻഫസിൽ തന്നെയാണ്. കാരണം മദ്ദിൻ്റെ ഹർഫിന് ശേഷം ഹംസ വരിക എന്നുള്ളതാണല്ലോ മദ് മുൻഫസിൽ. ഇവിടെ സെയിം കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. വതത്തഖിദൂനഹു എന്നുള്ളിടത്തൊരു മദ്ദു സില ഉണ്ട്, അതിന് ശേഷം ഹംസ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മദ് മുൻഫസിൽ തന്നെയാണ്. മദ്ദു സില അൽ കുബ്ര എന്നുള്ള രൂപത്തിൽ ആണ് അറിയപ്പെടുക ഈ ഹാ വന്നതുകൊണ്ട്. കുഞ്ഞു രൂപത്തിൽ എഴുതുന്നതിനാണ് ഈ പേര് പറയാം കേട്ടോ, മദ്ദു സില. സില എന്ന് പറഞ്ഞാൽ കുഞ്ഞു രൂപത്തിൽ വാവ് അല്ലെങ്കിൽ യായിൻ്റെ രൂപം ഒക്കെ ചെറുതായിട്ട് എഴുതുന്ന ആ രൂപമാണ് മദ്ദു സില. സില എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുകയാണ്. സില ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ജോയിൻ ചെയ്യാനായിട്ടുള്ള ഹാ വരുമ്പോൾ ഹാ ഉദമീർ പ്രോനൗണിൻ്റെ ഹാ ഉണ്ടല്ലോ, ഹിസ്, ഹെർ എന്നൊക്കെ വരുന്ന ഹാകൾക്ക് ശേഷം ആണ് ഈ മദ് വരിക. ഇത് കുബ്രയാകുമ്പോൾ മദ് മുൻഫസിലിൻ്റെ അതേ നീട്ടലാണ്, 4-5. അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാഅ മിൻ ദൂനി. ഔലിയാ എന്നുള്ളത് മദ് ഏതാണ് ഇതിൽ എഴുതിയ ഏത് മദ്ദാണ്? ഔലിയാ എന്നുള്ളിടത്ത് വന്നത് മദ് മുത്തസിലാണ്. മദ് മുത്തസിലാണ്. ഔലിയാ എന്നുള്ള ഒറ്റ വാക്കാണ്. അതിൽ മദ്ദിൻ്റെ ഹർഫായിട്ടുള്ള അലിഫ് വന്നു, തൊട്ട് ശേഷം ഹംസ വന്നു. അപ്പോൾ അത് മദ് മുത്തസിലാണ്. ഔലിയാഅ മിൻ ദൂനി വഹും ലക്കും അദൂ. ഔലിയ മദ് മുത്തസിൽ മിൻ ദൂനി, നൂനിന് സുക്കൂനൊന്നും കൊടുത്തില്ല, അപ്പോൾ ഇൽഹാറല്ല, പിന്നെന്താണ്? ഇഖ്ഫ ആണ് അല്ലേ. നൂനിനെ അവ്യക്തമാക്കി മറച്ചു വെച്ച് മണിക്കുന്ന രൂപമാണ് ഇഖ്ഫ. മിൻ ദൂനി വഹും ലക്കും അദൂ. സുക്കൂന് കൊടുത്താണ് നിർത്തുക. അവിടെ വാവിന് ശബ്ദമുണ്ട്. അവിടെ തൊട്ട് ശേഷം ഒരു മീമ് കൊടുത്തിട്ടുണ്ട്. അതെന്താ? അതിന് ശേഷം ബാ വരുന്നതുകൊണ്ട് ഇഖ്ലാബാണ് നിയമം. കൂട്ടി ഓതുകയാണെങ്കിൽ മാത്രം അവിടെ ആ തൻവീനിലെ നൂനിൻ്റെ ഉച്ചാരണം മീമാക്കി മാറ്റണം. അത് ഉൻ എന്നുള്ളത് അത് വും എന്നാക്കണം. നമ്മൾ കൂട്ടി ഓതുന്നില്ലെങ്കിൽ അവിടെ അത് പരിഗണിക്കേണ്ട ആവശ്യമില്ല, മീമ് പരിഗണിക്കേണ്ട ആവശ്യമില്ല. ബിഅ്സ ലിസ്സാലിമീന ബദല. ഹംസക്ക് സുക്കൂൻ കൊടുക്കുമ്പോൾ ഒരു പ്രയാസമാണ്. ബി എന്ന് പറയണ്ട. ബിഅ്സ ലിസ്സാലിമീന ബദല. ഇഖ്ലാബ് അദുവും ബിഅ്സ. ഓക്കെ, നമ്മൾ അക്ഷരം കൂടുതലായിട്ട് നന്നാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബിഅ്സ എന്നാണ് പറയും. അപ്പോൾ അത്ര പറയേണ്ട ആവശ്യമില്ല. ഹംസ ബിഅ്സ ലിസ്സാലിമീന ബദല. ബി ഹംസ അക്ഷരം ക്ലിയർ ആക്കണ്ടേ എന്നുള്ളൊരു പക്ഷേ അത് ഉണ്ടാവില്ല. ഹംസക്ക് സുക്കൂൻ എടുക്കുമ്പോൾ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും. നമ്മൾ പറയുന്ന അത്രയില്ല. ഓല് കാര്യങ്ങൾ അത്ര എക്സ്പേർട്ടുകളായതുകൊണ്ട്
ഓലത് വളരെ ഈസി ആയിട്ടാണ് അത് പാരായണം ചെയ്യുക. അങ്ങനെ ആ ഫ്ലുവൻ്റ് ആയിട്ട് പോകും. ഏത്? ആ അതെ, അതിനും ആ ഒരു പ്രയാസമാണ്. അതിന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതിന് നമ്മൾ പിന്നെ പഠിച്ചെടുക്കണ അക്ഷര. അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് നമ്മളിങ്ങനെ ഇവിടെ കൂടുതൽ ഇത് കൊടുക്കും, ഫോഴ്സ് കൊടുക്കും, അങ്ങനെ കൊടുക്കും. പക്ഷേ അതിനെന്താണെന്ന് വെച്ചാൽ കൽക്കലൻ്റെ അക്ഷരം അല്ലാത്തതുകൊണ്ട് ആ ഫ്ലോയിൽ തന്നെ പോകണം. നഅ്ബുദു നഅ്ബുദു അങ്ങനെ പോകണം. എന്ന് എടുത്ത് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്താണ്ട് പറയാൻ പറ്റൂല കൽക്കലല്ലാത്തതുകൊണ്ട്. അപ്പം നഅ്ബുദു അങ്ങനെ പോകണം. നഅ്ബുദു ഫതൂന ബി ഇഖ്ലാബ്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യാന്നാണ്, നൂനിനെ മീമാക്കി മാറ്റുക. ഇവിടുത്തെ അത് ഉൻ എന്നുള്ളതിന് അത് വും എന്നാക്കുക. പക്ഷേ അടുത്ത നിയമമാണ് നമ്മൾ നൂനിനെ മീമാക്കി മാറ്റിയല്ലോ. അപ്പോൾ ആ മീമിന് ശേഷം ബാ വരുമ്പോൾ ഇഖ്ഫ ആണ്, മീമിൻ്റെ ഇഖ്ഫ ആണ്. അപ്പോൾ ആ നിയമം കൂടെ അവിടെ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇഖ്ഫ എന്ന് പറഞ്ഞാൽ മറക്കാമെന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ ആ കാരണം കൊണ്ട് ആ നിയമം വരും. മീമിൻ്റെ നിയമമാണ്. അപ്പോൾ 2 നിയമം അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ. ബിസ്സലിദ്ദാലിമീന ബദല. ഒന്നുകൂടെ ആയത്തുനിന്ന് ഓതാനുള്ളൊരു സമയം കൂടെ ഉള്ളൂ, അതോടുകൂടെ നിർത്താം ഇൻഷാ അല്ലാഹ്. ഒന്നിച്ചൊന്ന് ഓതി നോക്കാം. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس كان من الجن ففسق عن أمر ربه أفتتخذونه وذريته أولياء من دوني وهم لكم عدو بئس للظالمين بدلا. ഇന്നത്തെ ക്ലാസ് നിർത്താം അല്ലേ? ഒരു മിനിറ്റ് നിർത്തുന്നല്ലേ. അസ്സലാമു അലൈക്കും.